ലോകം ദിനംപ്രതി വളർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ജീവിതം മെച്ചപ്പെടുത്താനും നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഓട്ടത്തിലാണ് മനുഷ്യൻ. ഇതിനെല്ലാം മുഖ്യ പങ്ക് വഹിക്കുന്ന ഒന്ന് വിദ്യാഭ്യാസം തന്നെയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ മാറി മാറി വരുന്ന സാധ്യതകളും അതിൻ്റെ കോഴ്സുകളും നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ ചില വ്യക്തികൾക്ക് അല്ലെങ്കിൽ ചില വിദ്യാർത്ഥികൾക്ക് ഈ വിദ്യാഭ്യാസം തന്നെ ഒരു പേടി സ്വപ്നമാകുന്നുണ്ട്. അതിൽ മാതാപിതാക്കളും ടീച്ചേഴ്സും വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. 90% മാർക്കില്ലെങ്കിൽ, ഫുൾ A+ ഇല്ലെങ്കിൽ, അടുത്ത വീട്ടിലെ കുട്ടിയേക്കാൾ പഠന മികവില്ലെങ്കിൽ ഒക്കെ ആ കുട്ടി കഴിവില്ലാത്തവനായി മുദ്ര കുത്തപ്പെടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പരീക്ഷാ പേടി മൂലം ആത്മഹത്യ ചെയ്യുന്നവരുടെ റേറ്റ് കൂടിക്കൂടിയാണ് വരുന്നത്. ഇതിനൊക്കെ കാരണം മാതാപിതാക്കളും ടീച്ചേഴ്സും തന്നെയാണ്. ഒരു കുട്ടിക്ക് പഠനത്തിൽ എന്തുകൊണ്ടാണ് പുറകോട്ട് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി വേണം അവനെ അല്ലെങ്കിൽ അവളെ മുന്നോട്ട് നമ്മൾ നയിക്കേണ്ടത്. അനാവശ്യമായ പ്രഷർ ചെലുത്തുന്നത് മൂലമുള്ള മാനസിക സംഘർഷം, ആവശ്യമില്ലാതെ ആങ്സൈറ്റി, ഡിപ്രഷൻ, പിന്നീട് ഉറക്കമില്ലായ്മ, അങ്ങനെയുള്ള ശാരീരിക അസ്വസ്ഥതകളിലേക്ക് നയിക്കുന്നു. ഏതൊരു കുട്ടിക്കും ആവശ്യമുള്ളത് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനാണ്. അവനെ കേൾക്കാൻ ഒരാളുണ്ടായിരിക്കുക എന്നതാണ് വേണ്ടത്. അതിന് ഏറ്റവും നല്ലത് മാതാപിതാക്കൾ തന്നെയാണ്. തൻ്റെ മാർക്കിനെ വെച്ച് ജഡ്ജ് ചെയ്യാത്ത ഒരു പേഴ്സൺ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏതൊരു വ്യക്തിയുടെയും ധൈര്യം. നീ ധൈര്യമായി മുന്നോട്ട് പൊയ്ക്കോളൂ, ഞാൻ കൂടെയുണ്ട് എന്നുള്ള ആത്മവിശ്വാസം പഠനത്തിൽ മാത്രമല്ല ജീവിതത്തിൽ ഏതൊരു ചാലഞ്ച് നേരിടുന്നതിനും കുട്ടിയെ പ്രാപ്തരാക്കുന്നു. തോൽവി എന്നുള്ളത് ഒന്നിൻ്റെയും അവസാനമല്ല, അത് സക്സസ്സിലേക്കുള്ള ചവിട്ടുപടിയാണെന്നുള്ള അവബോധമാണ് ആദ്യം നമ്മൾ സ്റ്റുഡൻസിന് നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തെയും ധൈര്യപൂർവ്വം നേരിടാൻ അവർ പ്രാപ്തരാകുന്നു. അവർക്ക് കൊടുക്കേണ്ട മെൻ്റൽ സപ്പോർട്ടാണ് നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. എങ്കിൽ മാത്രമേ മെച്ചപ്പെട്ടൊരു മാനസികാരോഗ്യം ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമ്മളുടെ കുട്ടികൾക്ക് സാധിക്കുകയുള്ളൂ. പഠനത്തോടൊപ്പം തന്നെ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള മറ്റു മേഖലകളിലും സമയം ചെലവഴിക്കാൻ കുട്ടികളെ അനുവദിക്കുക. ഹോബീസ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഗെയിംസ്, ഇതിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിലൂടെ കുറച്ച് റിലാക്സ് ആവാനും അതിനനുസരിച്ച് അവരുടെ ബ്രെയിൻ റിഫ്രഷ് ആവാനും ഹെൽപ്പ് ചെയ്യുന്നു. കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാവാൻ മാതാപിതാക്കളും ടീച്ചേഴ്സും പരിശ്രമിക്കണം. റിമെമ്പർ, mark doesn't matter when your child's mental health is at stake.